ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമ്മൾ നാരായണീയം ദാവാഗ്നി മോക്ഷമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ എന്താ അവസാനമായി വായിച്ചത്? ഈശ്വരനെ ഭക്തിയായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭാരമെല്ലാം ഭഗവാൻ വഹിക്കും. ഭഗവാനെ എപ്പോഴും നമ്മൾ ഭജിക്കണം. അപ്പോഴെന്ത് വരും? ആന്തരിക മാലിന്യം ശോഷിപ്പിക്കും, ഇല്ലാതാക്കും. അപ്പോൾ ഭഗവാന്റെ തൃക്കൈകളാൽ നമ്മളെ താങ്ങി നിർത്തും. എന്ത് ദുഃഖമോ ദുരിതമോ വരുമ്പോഴെല്ലാം ഈശ്വരൻ്റെ കൃപ നമ്മളെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ അതേസമയം ഭക്തിഹീനരായി ഈശ്വര വിമുഖതയിൽ കഴിഞ്ഞാൽ എന്ത് വരും? സന്താപത്തിന് കാരണമാകും. അതുകൊണ്ട് ഭക്തിയോടുകൂടി ഈശ്വരഭജനം ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സിന് ശുദ്ധമായി ആത്മപ്രകാശമുണ്ടാകും. ഭാരങ്ങളും വിഷമങ്ങളൊക്കെ ഭഗവാനും കൂടി താങ്ങും, നമുക്ക് മാത്രം തരത്തില്ല. നമുക്ക് മഴക്കാലം വരുമ്പോൾ എവിടെ നമ്മളെ പാർപ്പിക്കുന്ന ഗുഹകളിൽ ഈ കുട്ടികളെ എന്താ കാരണം? ഗോപന്മാരെ മഴക്കാലത്ത് ഗുഹകളിലൊക്കെ കൊണ്ട് പാർപ്പിക്കുന്ന എന്താ? അവർ കാരണം പശുക്കൾക്ക് വിശക്കും. മഴയെന്നുണ്ടോ അവർക്ക് വിശക്കുമ്പോൾ ഇവർക്ക് എന്നും കൃത്യനിഷ്ഠയായിട്ട് തന്നെ പശുക്കളെ മേയ്ക്കാൻ പോകണം, ചൂടായാലും മഴയായാലും. അപ്പോൾ ഭഗവാൻ ചൂടിൽ നിന്നും അവരെ കരകയറ്റി. കാരണം ഇവിടെ അഗ്നി ആളിപ്പടർന്നപ്പോഴും ഭഗവാനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ഇവിടെ അവരെ താങ്ങി വിഷമങ്ങൾ മാറ്റി. മഴക്കാലം വന്നു, തണുപ്പിച്ചു. ചൂടിനെ തണുപ്പിക്കുന്ന ഭഗവാൻ. നമ്മുടെ വിഷമങ്ങളും ദുരിതങ്ങളും നമുക്ക് ചൂടാണ് മനസ്സിന്. അതിനെ തണുപ്പിക്കണമെങ്കിൽ നമ്മളെ നല്ല ഗുഹകളിൽ നല്ല സ്വൈര്യമായി അത് ഗുഹയെന്ന് പറഞ്ഞാൽ വനത്തിലെ ഗുഹയെന്നല്ല നമുക്കർത്ഥം. നമ്മളെ സ്വൈരസ്ഥാനത്ത് നല്ല സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടുന്ന തണുപ്പോടുകൂടി എന്താണ് നമുക്ക് ആശ്വാസം അത് തന്ന് ഭഗവാൻ നമ്മൾ രക്ഷിക്കും. അതാണ് ഇതിൽ ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ ആയിത്തീരണം. നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം. 9ാമത്തെ ശ്ലോകം. ശ്ലോകം 9. കുഹരതല നിവിഷ്ടം ത്വാം ഗിരിഷ്ടം ഗിരീന്ദ്ര ശിഖികുല നവകേകാകുഭി സ്തോത്രകാരി സ്ഫുടകുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദത് അനുഭോജേ ദേവ ഗോവർദ്ധനോസൗ. കുഹരതല നിവിഷ്ടം ത്വാം ഗിരിഷ്ടം ഗിരീന്ദ്ര ശിഖികുല നവകേകാകുഭി സ്തോത്രകാരി സ്ഫുടകുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദത് അനുഭോജേ ദേവ ഗോവർദ്ധനോസൗ. ഇവിടെ ഭഗവാനെ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് പറയുന്നു, ഗുഹയ്ക്കുള്ളിൽ എഴുന്നള്ളിയിരിക്കുന്ന അഭിവന്ദ്യനായ അങ്ങയെ. കാരണം മഴക്കാലം വന്നപ്പോൾ പശുക്കളെ മേയ്ക്കാൻ വിട്ടപ്പോൾ ഇവരെ സന്തോഷമായിട്ട് ഗുഹയ്ക്കുള്ളിലാക്കിയല്ലോ പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ. അപ്പോൾ അഭിവന്ദ്യനായ അങ്ങയെ, അത് ഭഗവാനെ, പർവ്വതശ്രേഷ്ഠനായ ഗോവർദ്ധനം, പർവ്വതങ്ങളുടെ ശ്രേഷ്ഠനാണ്, രാജാവാണ് ഗോവർദ്ധന പർവ്വതം. അതിൽ മയിലുകളുടെയും കേകികളുടെയും, അത് കുയിലാന്ന് തോന്നുന്നു, കേകികളുടെയും കാക്കകളുടെയും ഒക്കെ ഹർഷാരവത്താൽ സ്തുതിച്ചു. അവരെങ്ങനെയാ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത്? അപ്പോൾ ഭഗവാനെ ഇങ്ങനെ പർവ്വതശ്രേഷ്ഠനായ അത്രമാത്രം ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അവിടെയുള്ള മയിലുകളും കേകികളും കാക്കകളും എല്ലാം എന്ത് ചെയ്തു? ഹർഷാരവത്താൽ സ്തുതിച്ചു. അത്രമാത്രം ഭക്തിയോട് ഈ കിളികളെല്ലാം ഭഗവാനോട് അവരുടെ ഭാഷയിൽ അവർ സ്തുതിച്ചു. കുടകപ്പാല, കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങൾ പൂമഴ ചൊരിഞ്ഞ് പുഷ്പാർച്ചനയിൽ അങ്ങയെ സേവിച്ചു. അപ്പോൾ കുടകപ്പാലയും കടമ്പും തുടങ്ങിയ വൃക്ഷങ്ങൾ എന്ത് ചെയ്തു? പൂമഴ ചൊരിഞ്ഞു. അതായത് പൂക്കൾ ചൊരിഞ്ഞ് ഭഗവാനെ അർച്ചിച്ചു. അപ്പോൾ പക്ഷികൾ സ്തുതിച്ചു, വൃക്ഷങ്ങൾ അർച്ചിച്ചു പൂക്കൾ കൊണ്ട്. വർഷകാലത്ത് ഗുഹാവാസിയായിരുന്ന ഭഗവാന് പക്ഷികളുടെയും കളകൂജനങ്ങളും മരങ്ങളുടെ പുതുപുത്തൻ പൂക്കളും സന്തോഷം ഉളവാക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? അവരെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മാത്രം മഴക്കാലത്ത് സുഖമായി നമ്മുടെ വയറിന് വേണ്ടി വല്ലതൊക്കെ നോക്കും. ഭഗവാനെ ഭജിക്കൂ. അവരതിൻ്റെ കൃത്യനിഷ്ഠ ഈ കിളികളും വർഷങ്ങളും ചെയ്യുന്നു. നമ്മുടെ കൃത്യനിഷ്ഠ നമ്മൾ പാലിക്കുന്നില്ല. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വയറിന് വേണ്ടുന്ന എല്ലാം നമ്മൾ ഒരുക്കി കൂട്ടും.
പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് എല്ലാം ഒരുക്കി തയ്യാറാക്കി ആഹാരമൊക്കെ വയറിന് കഴിച്ചുകൊണ്ട് പോകും. എന്നാൽ ആത്മാവിൻ്റെ വിശപ്പിന് നോക്കത്തേ ഇല്ല. എപ്പോഴെങ്കിലൊക്കെ സൗകര്യം ഉള്ളപ്പോഴൊക്കെ ഒന്ന് നോക്കും. അങ്ങനെയാണ് 100ന് 50 വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അവർ നമുക്ക് പാഠം തരുന്നതാണ്. ഭഗവാനെ എപ്പോഴും നമ്മളും അതുപോലെ സ്തുതിക്കണം. മഴക്കാലമായാലും എവിടെ ഇരുന്നാലും യാത്രയിലാണെങ്കിലും നമുക്ക് വാഹനത്തിലാണെങ്കിലും നമുക്ക് അപ്പോൾ സ്തുതിക്കാം. ഒരു വിവാഹ പാർട്ടി പങ്കുകൊള്ളാൻ പോകണമെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിൽ അവിടെ ചെന്ന് സ്തുതിച്ച് അവർക്ക് മംഗളം നേരാം. എന്തിന് പോകുമ്പോഴും സമയമുള്ള കണക്ക് നമുക്ക് ആദ്യമേ നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പ് അടക്കിയിട്ടേ പോകാവൂ. അപ്പോഴെന്ത് വരും? നല്ല കുറ്റാക്കുറ്റി ഇരുട്ടുള്ളതുപോലെ നമ്മുടെ അന്ധകാരങ്ങൾ നീങ്ങിയിട്ട് നമുക്ക് മറ്റ് ജോലിക്ക് പോകാം. ഇല്ലെങ്കിൽ അന്ധതയായിട്ടിരിക്കും നമ്മുടെ ഹൃദയം. അവിടെ ശുദ്ധമാക്കണമെങ്കിൽ ഭഗവാന്റെ പ്രസാദം അതിലോട്ട് വരണമെങ്കിൽ നമ്മൾ ആത്മാവിനും വിശപ്പിന് ആഹാരം കൊടുക്കണം. ഈശ്വരനെ പ്രാർത്ഥിക്കണം. ഈ പക്ഷികളും വൃക്ഷങ്ങളും ചെയ്യുന്നത് പോലെ മനുഷ്യർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാതെ. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. എല്ലാവരും എവിടെയെങ്കിലും പോകണമെങ്കിൽ മുമ്പേ ഭഗവാന് വിളക്കൊക്കെ കത്തിച്ചും ഇപ്പോൾ സന്ധ്യയ്ക്ക് ഇങ്ങോട്ട് വരുന്നില്ല, നമുക്ക് അപ്പോഴും പോകുന്ന സമയത്ത് ഒരു 2 മണിയോ 4 മണിക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഭഗവാന് വൈകിട്ട് കൊണ്ടുവെക്കുന്ന വെള്ളവും പുഷ്പമൊക്കെ നേരത്തെ കൊണ്ടുവച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് പോകാമല്ലോ. അപ്പോൾ മുടങ്ങത്തില്ലല്ലോ. നമ്മളെ വിശപ്പിൻ്റെ ആഹാരം നമ്മൾ മുടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും പോകുന്ന വഴിക്കെങ്കിലും കടകളിലെങ്കിലും കയറി വാങ്ങിച്ച് കഴിക്കുന്നില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പും അടക്കണമെന്ന്. അപ്പോൾ നമുക്കും ഈ ഭഗവാന്റെ സ്നേഹവും വാത്സല്യമൊക്കെ നമുക്കും വരും. അന്ധകാരത്തിൽ നിന്നെല്ലാം നമ്മളെ മോചനം ചെയ്യും ഭഗവാൻ. നമ്മുടെ ഭാരങ്ങളെല്ലാം ഭഗവാൻ ചുമക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ ഭട്ടതിരിപ്പാട് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്കിനി 10ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 10. അധ ശരദം ഉപേതാം താം ഭവൽ ഭക്തചേതോ വിമല സലിലപൂരാം മാനയൻ കാനനേഷു തൃണം അമല വനാന്തേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അധ ശരദം ഉപേതാം താം ഭവൽ ഭക്തചേതോ വിമല സലിലപൂരാം മാനയൻ കാനനേഷു തൃണം അമല വനാന്തേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അനന്തരം ഭഗവാന്റെ ഭക്തന്മാരുടെ മനസ്സുപോലെ, ഇപ്പോൾ ഭക്തന്മാരുടെ മനസ്സെന്താ? തെളിഞ്ഞതാണ്, അന്ധകാരമില്ല, അത് അഴുക്കില്ല. അപ്പോൾ ഭഗവാന് ഭക്തന്മാരെ അറിയാം. അപ്പോൾ എന്ത് വന്നു? ഭക്തന്മാരുടെ മനസ്സുപോലെ തെളിഞ്ഞ വെള്ളവുമായി വന്ന ശരൽക്കാലത്തെ. അപ്പോൾ ശരൽക്കാലം വരുമ്പോൾ എന്ത് വരും? നദികളിലെല്ലാം വെള്ളം എങ്ങനെയാ തെളിയുന്നത്? അത് ഭക്തന്മാരുടെ മനസ്സ് പോലെയാണ്. ഈ ഗോപന്മാരെല്ലാം ഭഗവാനെ അത്രമാത്രം സ്നേഹിച്ച് അത്രമാത്രം ഭഗവാനോട് അഭയമാണ്. ഭഗവാനെ എന്തോ അവർക്ക് മനസ്സിലായി. നമുക്ക് മാത്രമേ ഉള്ളൂ ഭഗവാനെ മനസ്സിലാകാത്തത്. ഈ കുട്ടികൾക്കെല്ലാം മനസ്സിലാകുന്നു ഭഗവാന്റെ കൃപകളും അത്ഭുതങ്ങളും എല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ മനസ്സ് പോലെ തെളിഞ്ഞ വെള്ളവുമായി. ഇപ്പം ഭക്തന്മാരുടെ ഉള്ളം തെളിഞ്ഞതാണെന്ന് അതിൽ വെച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഭക്തനാവാൻ ശ്രമിക്കണം. അപ്പോൾ തെളിഞ്ഞ മനസ്സാവും. അതുപോലെ അഭിനന്ദിച്ചുകൊണ്ട്, അപ്പോൾ തെളിഞ്ഞ വെള്ളവുമായി വന്ന ശരൽക്കാലത്തെ അഭിനന്ദിച്ചുകൊണ്ട് കാട്ടിൽ കൂടി നടന്ന് പൈക്കളെ മേയ്ക്കുന്ന കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് എനിക്ക് ദേഹസൗഖ്യം തന്നരുളണമേ. അപ്പോൾ നമ്മുടെ മനസ്സും അങ്ങനെ തെളിയണം. ഒരു ഭക്തൻ്റെ മനസ്സ് തെളിഞ്ഞാലേ ഭഗവാൻ അവിടെ ഉള്ളൂ, വസിക്കൂ. അതെന്താ? നമ്മുടെ മനസ്സ് തെളിയുമ്പോൾ ഈശ്വരനാണല്ലോ തെളിയിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനെ ഭക്തിപൂർവ്വം സ്നേഹിക്കുമ്പോഴാണല്ലോ ഉള്ളം തെളിയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളത്തിൽ ഈശ്വരനുണ്ട്. അപ്പോൾ ശരൽക്കാലത്ത് ജലം തെളിഞ്ഞ് ശുദ്ധമായിരിക്കുന്നതാണ്. അക്കാലത്തും കൃഷ്ണൻ കാട്ടിൽ പശുക്കളെ മേച്ച് നടന്നിരുന്നു. ഭഗവാൻ അവിടെ മഴയെന്നോ ചൂടെന്നോ മഞ്ഞെന്നോ ഒന്നുമില്ല. എപ്പോഴും കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ടേയിരുന്നു. ഇത് നമുക്കൊരു പാഠമാണ്. ഭഗവാൻ മഴയാണെന്നും പറഞ്ഞ്, ഭഗവാൻ പരമേശ്വരനാണ്, മഴയാണെന്നും പറഞ്ഞ് കർമ്മം ചെയ്യാതിരുന്നോ? നമ്മളൊക്കെ ആണെങ്കിലോ മഴയാണ്, ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യമ്മേ തണുപ്പ്, അല്ലെങ്കിൽ വെറുതെ ഒരു മൂക്കിപ്പനി വന്നാൽ പറയും ഇന്ന് എനിക്ക് വയ്യ ദേഹമൊക്കെ പനിയാണ് എന്ന് പറയും. കൃത്യനിഷ്ഠ പാലിക്കാതിരിക്കാൻ വേണ്ടി വേണ്ടാത്ത അടവുകളൊക്കെ എടുക്കും. അതുപോലെ തന്നെ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ മഴയെന്നോ ചൂടെന്നോ ഒന്നുമില്ല ഈശ്വരന്. അവിടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാന് കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
എന്തെങ്കിലും കർമ്മം വേണോ ഭഗവാൻ? എന്നാൽ നമുക്ക് വേണ്ടി, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അടങ്ങിയിരിക്കുന്നില്ല, കർമ്മം ചെയ്യുന്നു. എന്തിനാ? ഭഗവാൻ വെറുതെ ഇരുന്നാൽ നമ്മളും വിചാരിക്കും ആ ഭഗവാൻ വെറുതെ ഇരിക്കും, നമുക്കും ചുമ്മാ ഇരിക്കാമെന്ന്. നമുക്ക് പാഠം തരുന്നതാണ്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. അപ്പോൾ ശരൽക്കാലത്ത് ജലം തെളിഞ്ഞ് ശുദ്ധമായിരിക്കുന്നതാണ്. അക്കാലത്തും ഭഗവാൻ എന്ത് ചെയ്യുന്നു? പശുക്കളെ മേച്ച് നടക്കുന്നു. ഈ കാലഭേദം അനുസരിച്ച് എന്താണ് അന്നന്ന് വരുന്ന ഭേദങ്ങൾ, കാലത്തിൻ്റെ ഭേദങ്ങൾ, അങ്ങനെ തന്നെ ഭഗവാൻ വനവിഹാരത്തെപ്പറ്റി പറയുന്നു. ഭഗവാന്റെ ഈ വനത്തിലിങ്ങനെ പശുക്കളെ മേയ്ക്കുന്ന ഗ്രീഷ്മം, വർഷം, ശരത്ത് എന്നിങ്ങനെയുള്ള വിവിധ കാലങ്ങളിലും ഭഗവാൻ കൂട്ടുകാരോടൊത്ത് വനവിഹാരം നടത്തിയിരുന്നു. ഗ്രീഷ്മത്തിൽ നദീതീരങ്ങളിലെ കുളിർ കാറ്റുള്ള വനങ്ങളിലും, വർഷകാലത്ത് പർവ്വത ഗുഹകളിലും, ശരത്തിൽ പർവ്വത പ്രാന്തങ്ങളിലെ മനോമോഹന സ്ഥലങ്ങളിലും വിരഹിച്ചിരുന്നു. ആ കാലയളവിൽ പ്രകൃതി കനിഞ്ഞ് അദ്ദേഹത്തിന് സേവനം നടത്തിയിരുന്നു. അപ്പോൾ പ്രകൃതിയും കനിയും. ഭഗവാന്റെ യഥാർത്ഥമായ വിഷ്ണുമായ അല്ല, എന്നാൽ പ്രകൃതി ഭഗവാനും പ്രകൃതിയും ഒന്നാണ്. അതുകൊണ്ട് പ്രകൃതിയും കനിഞ്ഞു എല്ലാവർക്കും എല്ലാം തന്നിരുന്നു. എല്ലാ കാലത്തും ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചിരുന്നു. അപ്പോൾ ഭഗവാൻ കൃത്യനിഷ്ഠ നടത്തുന്ന ഒരു ഭക്തനാവണം നമ്മൾ. ഭക്തനാകുന്നവർക്കെല്ലാം ഭഗവാൻ കൃത്യനിഷ്ഠ പോലെ ചെയ്യും. നമ്മൾ മാത്രമേ ഇതിനെ വ്യത്യാസം ചെയ്യുന്നുള്ളൂ. എന്തായത്, നമുക്കാണെങ്കിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളും നമ്മൾ യഥാർത്ഥമായി കാണുന്നില്ല. പകലിനെ സ്നേഹിക്കുന്ന പോലെ ഒരു വശമേ നമ്മൾ കാണുന്നുള്ളൂ. രാത്രിയെ സ്നേഹിക്കാൻ നമ്മുടെ കുറ്റാക്കുട്ടി ഇരുട്ടാണ് നമ്മുടെ ഉള്ളം. രാത്രി പോലെയാണ്. ആ രാത്രി ഇരുളാകുന്ന ആ രാത്രിയെ വെളിച്ചം കൊണ്ടുവരണം അകത്ത്. പുറമേ നമുക്ക് ഭഗവാൻ സൂര്യപ്രകാശം തരുന്നു. എന്നാൽ ഉള്ളം അകത്ത് തെളിയണമെങ്കിൽ നമുക്ക് ഭഗവാനെ ആരാധിച്ച് ഉള്ളം തെളിയിക്കണം. അല്ലെങ്കിൽ ആ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളിലെ ഒരു ഭാഗം ഇരുട്ടും ഒരു ഭാഗം പകലുമാണെങ്കിൽ നമ്മൾ ഇരുട്ടിനെ പകലാക്കി പ്രകാശിപ്പിക്കണം നമ്മുടെ ഉള്ളം. അതിനെന്ത് വേണം? ഈശ്വരാരാധന കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോഴേ അതുണ്ടാവുള്ളൂ, ഉള്ളം തെളിയത്തുള്ളൂ. അങ്ങനെ വരുന്ന ഒരു ഭക്തർക്ക് ആപത്തുണ്ടാകാതെ നോക്കാനും അഥവാ ആപത്തുണ്ടായാൽ അതിൽ നിന്നും രക്ഷിക്കാനും ഭഗവാന് മാത്രമേ സാധ്യമാകൂ എന്ന ഉത്തമ സത്യം ആണ് ഇതിൽ പറയുന്നത്. അതൊരു ഈ ഒരു ദശകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ കാലത്തും അതങ്ങനെ തന്നെയാണ്. ഒരു ഭക്തനെ ഒരിക്കലും ഭഗവാൻ വിഷമിപ്പിക്കത്തില്ല. അഥവാ അസുഖങ്ങളോ ദുരിതങ്ങളോ വന്നാലും ഭഗവാൻ അതിന് വേണ്ടുന്ന പരിഹാരം കണ്ടിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. അതുകൊണ്ട് നമുക്കുള്ള ഉള്ളം പ്രകാശിക്കണം. പകലിന് നമുക്ക് വെട്ടം കിട്ടാൻ ഭഗവാൻ പ്രകാശം തരുന്നുണ്ട് സൂര്യനായിട്ട് നിന്നും കൊണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളം പ്രകാശിക്കണം. അതായത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾക്കും പ്രകാശം വേണം. ഒരു വശം ഇരുട്ടാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാൽ ഒക്കുന്ന പോലെ അതിന് വെളിച്ചം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു ഭക്തനായി മാറും. അപ്പോൾ ഈശ്വരൻ ഭക്തനെ പ്രസാദിച്ചുകൊണ്ടേയിരിക്കും, കൃപ തന്നുകൊണ്ടേയിരിക്കും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.